വയനാട് സ്വദേശി ഹേമചന്ദ്രന്റേത് കൊലപാതകം തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. കുത്തേറ്റതിന്റെയും മർദ്ദനത്തിന്റെയും പാടുകൾ കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുന്നു. കുടുംബത്തിന്റെ DNA സാമ്പിളുകൾ ശേഖരിക്കും. മുഖ്യപ്രതി നൌഷാദിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് നടപടികൾ തുടങ്ങി. കാണാതായതെന്ന് വരുത്തി തീർക്കാനുള്ള പ്രതികളുടെ ശ്രമം വിഫലമായത് മകളുടെ സംശയത്തോടെയാണെന്ന് പോലീസ്. സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം തമിഴ്നാട് നീലഗിരി ചേരമ്പാടി വനത്തിലെ ചതുപ്പിൽ നിന്ന് ഇന്നലെയാണ് പോലീസ് കണ്ടെടുത്തത്. ഇന്ന് പുലർച്ചെയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ചു. ശരീരത്തിൽ കത്തികൊണ്ട് കുത്തിയതിന്റെയും മർദ്ദനമേറ്റതിന്റെയും പാടുകളുണ്ടെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് മുഖ്യപ്രതി നൌഷാദിന്റെ ബീനാച്ചിയിലുള്ള പെൺസുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. 2 ദിവസം ക്രൂരമായി മർദ്ദിച്ചെന്നും പ്രതികൾ മൊഴി നൽകി. വിദേശത്തുള്ള നൌഷാദിനെ നാട്ടിലെത്തിക്കാൻ അന്വേഷണ സംഘം നടപടി തുടങ്ങി. മൃതദേഹം ഒളിപ്പിക്കാനും കേസന്വേഷണം വഴിതെറ്റിക്കാനും ശ്രമിച്ച സുൽത്താൻ ബത്തേരി സ്വദേശികളായ ജ്യോതിഷ്, രാജേഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. അപ്പോൾ ഞങ്ങൾ മാന്തുമ്പോൾ ആദ്യം കണ്ടത് ഈ നടുവിൻ്റെ ഭാഗമാണ്. അങ്ങനെ കുഞ്ഞെടുക്കുന്ന സീനിലാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങൾ മാന്തി നോക്കുമ്പോൾ കാലിൻ്റെ പത്തിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പീസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ കറക്റ്റ് മനുഷ്യ ശരീരം പോലെ തന്നെ, ശരീരത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ പുറത്തുണ്ട് കത്തി കുത്തി കെട്ടിയ പാഠം മാത്രം ഉണ്ടായിരുന്നു. കേരള പോലീസിന്റെ ശ്രമകരമായ അന്വേഷണത്തിനൊടുവിലാണ് വിദഗ്ധമായി നടപ്പിലാക്കിയ കൊലപാതകത്തിന്റെ സത്യാവസ്ഥ പുറം ലോകമറിയുന്നത്. 2024 ഏപ്രിൽ 1 രജിസ്റ്റർ ചെയ്ത മിസ്സിംഗ് കേസിൽ ഹേമചന്ദ്രന്റെ മൃതദേഹം കണ്ടെത്തുന്നതുവരെ പോലീസ് നടത്തിയത് രഹസ്യമായ നീക്കങ്ങളാണ്. കൊലപാതകത്തിനു ശേഷം ഹേമചന്ദ്രന്റെ ഫോണിൽ നിന്ന് പ്രതികൾ ഹേമചന്ദ്രന്റെ ഭാര്യയെ വിളിച്ചു. ഫോൺ ലൊക്കേഷൻ വരെ നിയന്ത്രിച്ചിരുന്നത് പ്രതികൾ. മിസ്സിംഗ് കേസാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച നീക്കങ്ങൾക്ക് തിരിച്ചടിയായത് മകൾക്ക് തോന്നിയ സംശയമെന്ന് DCP അരുൺ K. പവിത്രൻ വ്യക്തമാക്കി. ഇതിൽ വഴിത്തിരിവുണ്ടായത് ഹേമചന്ദ്രന്റെ ഫോണിലേക്ക് കോൾ ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മകളാണ് വിളിച്ചത്. അപ്പോൾ ആ സമയത്ത് കോൾ അറ്റൻഡ് ചെയ്ത് അന്നേരം കേട്ട ആ ശബ്ദം, അതിൽ ഒരു സംശയം അദ്ദേഹത്തിൻ്റെ മകൾക്ക് തോന്നുകയും ആ വിവരം ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ജിജീഷിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴാണ് ഇതിനകത്തേക്കൊരു വഴിത്തിരിവുണ്ടാകുന്നത്. ഹേമചന്ദ്രനെ പെൺസുഹൃത്തിനെ കൊണ്ട് വിളിപ്പിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്ത് എത്തിക്കുകയും 2 പേർ ചേർന്ന് കാറിൽ കൂട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു. പിന്നാലെയാണ് ഇയാളെ കാണാതാകുന്നത്. ഭാര്യ സുബിഷ മെഡിക്കൽ കോളേജ് പോലീസിന് നൽകിയ പരാതിയാണ് നീണ്ട അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മെഡിക്കൽ കോളേജ് ACP ഉമേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം നടത്തിയ നീക്കങ്ങളാണ് കൊലപാതകത്തിലേക്കും പ്രതികളിലേക്കും അന്വേഷണ സംഘത്തെ എത്തിച്ചത്. കൊലപാതകത്തിന് പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് സൂചനയുണ്ട്. പ്രതി നൌഷാദ് ഹേമചന്ദ്രന് പണം കടം നൽകിയിരുന്നു. പണം തിരികെ നൽകാൻ ഹേമചന്ദ്രൻ തയ്യാറാകാത്തതാണ് തട്ടിക്കൊണ്ടുപോകലിനും കൊലപാതകത്തിനും വഴി തെളിയിച്ചതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. നീലഗിരി ചേരമ്പാടിയിലെ വനത്തിനുള്ളിൽ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച 2 പേരാണ് അജീഷും ജ്യോതിഷും. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കേസിൽ നിർണായക വഴിത്തിരിവുണ്ടായത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.